ടയർ അതാ നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്നത് അതാ ഒരു ട്രക്കിന്റെ ഒരു ലോറിയുടെ ടയർ അത് ദൃശ്യങ്ങളിൽ കാണുന്നു. രണ്ട് ടയറുകൾ, അതായത് ഫ്രണ്ട് വീലിന്റെ രണ്ട് ടയറുകൾ, രണ്ട് ടയറുകൾ ഫ്രണ്ട് റോഡ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഒരു ലോറിയുടെ ഫ്രണ്ട് ഭാഗത്തുള്ള രണ്ട് ടയറും അതിന്റെ ഒരു ഉൾപ്പെടെയുള്ള ഭാഗമാണ് ഉയർത്തിയിട്ടുള്ളത്. പക്ഷേ ഇത് ഇനി അർജുന്റെ ലോറിയുടെ ട്രക്കിന്റെ ഭാഗമാണോ, അതായത് പൂർണ്ണമായും ക്യാബിനില്ല, രണ്ട് ടയറും ഒരു ലോറിയുടെ ഫ്രണ്ട് ഭാഗം എന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്ന ഭാഗമാണ് ഇപ്പോൾ ഉയർത്തിയിട്ടുള്ളത്. ക്യാബിൻ പൂർണ്ണമായിട്ടില്ല. ഇത് കരയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇതാണ് ഈശ്വർ മാൽപേ നേരത്തെ പോയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ലോറിയുടെ ഭാഗം മുകളിൽ കാണാൻ കഴിഞ്ഞിരുന്നു. ആ ടയർ മാത്രമാണ് കാണാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞത്. പക്ഷേ ഈ ക്രെയിൻ ഉപയോഗിച്ച് അത് ഉയർത്തിയപ്പോൾ രണ്ട് ടയറും ഒരു ഭാഗവും മാത്രമാണുള്ളത്. ഇത് അർജുന്റെ ലോറിയുടെ ഭാഗം തന്നെയാണോ എന്നുള്ളത് മനാഫിന്റെ പ്രതികരണം ചേട്ടാ അങ്ങോട്ട് വിളിക്കാൻ പറ. ബൈ 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 ഒന്ന് തന്നെ വെച്ചു. അനുപ്രിയ, ഇപ്പോൾ പുഴയുടെ അടിഭാഗത്തു നിന്ന് രണ്ട് ടയറുകൾ പൊക്കിയെടുത്തിരിക്കുന്നു. ചേസ് അടക്കമുള്ള ഭാഗങ്ങൾ ഉൾപ്പെടുന്ന ടയറിൻ്റെ ഭാഗങ്ങളാണ് ഇപ്പോൾ കണ്ടെടുത്തിരിക്കുന്നത്. ഇത് അർജുൻ്റെ ലോറിയുടേതാണ് എന്ന് അല്പസമയത്തിനകം ആണോ ഇല്ലയോ എന്നുള്ളത് അല്പസമയത്തിനകം സ്ഥിരീകരിക്കും. എന്തായാലും ഈശ്വർ മാൽപ ആദ്യമായി ഇപ്പോൾ ഇറങ്ങി ഈ ലോറി ഉയർത്തുന്നതിന് വേണ്ട നടപടികൾ ആരംഭിച്ചതിന് ഒരു 20 മിനിറ്റ് ശേഷം ആദ്യ ഭാഗം ഇപ്പോൾ പുറത്ത് എത്തിച്ചിരിക്കുന്നു. രണ്ട് ടയറുകൾ ഉൾപ്പെടുന്ന ഒരു ഭാഗങ്ങളാണ് ഇപ്പോൾ പുറത്തെത്തിച്ചിരിക്കുന്നത്. ചുവന്ന കളറിൽ ഉള്ള ഭാഗമായതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഭാരത് ബെൻസ് ലോറിയുടെ, അതായത് അർജുൻ്റെ ലോറിയുടേതാണോ എന്ന് ഇപ്പോൾ ഉറപ്പിക്കാനാവില്ല. ഇതിനു മുമ്പ് ഇത്തരത്തിൽ ഒരു ടാങ്കർ ലോറിയുടെ ഭാഗങ്ങളാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇത്തരത്തിൽ ഈ അപകടത്തിൽ ഒരു ടാങ്കർ ലോറിയും കൂടി ഈ പുഴയിൽ അകപ്പെട്ടിരുന്നു. അപ്പോൾ ഒരു പക്ഷേ ഈ ടാങ്കർ ലോറിയുടെ ഭാഗങ്ങളാണ് എന്നാണ് ഇപ്പോൾ എന്തായാലും ആദ്യ ഭാഗം ഇപ്പോൾ ലോറിയുടെ ആദ്യ ഭാഗം ഇപ്പോൾ കരക്കെത്തിച്ചിരിക്കുന്നു. രണ്ട് ടയറുകൾ ഉൾപ്പെടുന്ന ഭാഗമാണ് ഇപ്പോൾ ഈശ്വർ മാൽപയുടെ നേതൃത്വത്തിലുള്ള ദൗത്യ സംഘം ഇപ്പോൾ പുറത്തെത്തിച്ചിട്ടുള്ളത്. അത് ചുവന്ന കളറിൽ ഉള്ളതായതുകൊണ്ട് തന്നെ ഈ അർജുന്റെ ലോറിയുടെ ഭാഗമാണോ എന്ന സംശയമുണ്ട്. കാരണം